നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. പരിപ്പും മുരിങ്ങാക്കായും കറി. ഇതുണ്ടാക്കാൻ വേണ്ടി പരിപ്പ്, മുരിങ്ങാക്കായ, തക്കാളി എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെയൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. മുരിങ്ങാക്കായൊക്കെ നന്നായിട്ട് ഒരു കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം, ചെറിയ ഉള്ളി എന്നിവയും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. നന്നായി അരയണം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങാക്കായ നല്ലവണ്ണം വെന്ത് ഉടയണ്ട. വെന്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ഒഴിച്ച് ഇനി ഇത് തിളപ്പിച്ചെടുക്കണം. നന്നായി വെട്ടി തിളപ്പിക്കരുത്. ഒരു തിള വന്നാൽ മതി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പും മുരിങ്ങാക്കായും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.